അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടോ, അതുകൊണ്ടാണ് ഒരാഴ്ചയായിട്ട് വീഡിയോസൊന്നും ഇടാനോ വീഡിയോ പിടിക്കാനോ ഒന്നിനും പറ്റണില്ല. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒന്നിനും സമയമില്ല. കാരണം അവിടുന്ന് സാധനങ്ങളും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇടലും അടുക്കലും പുറക്കലൊക്കെ ആയിട്ട് നോമ്പും അല്ലേ, ഒരുപാട് പണികളുണ്ട്. അപ്പം മൊത്തത്തിലൊന്നും കാണിക്കാനൊന്നും സമയമായിട്ടില്ല. കാരണം ആ കലങ്കോലായി വൃത്തിയേടായി കിടക്കുകയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ വൃത്തിയേടായി ആകെ അലമ്പായി കിടക്കുക കേട്ടോ. നല്ല ചൂടാണ്. കർട്ടനും കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ മൊത്തം പരന്ന് കിടക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ വല്ലാതെ ഞങ്ങൾ കാണിക്കണില്ല. ഒക്കെ ഇനി ശരിയാക്കണം. കർട്ടനൊക്കെ ജസ്റ്റ് എന്തൊക്കെയോ തുണിയൊക്കെ എടുത്തിട്ടിരിക്കണം. നല്ല വെയിലാണ് അവിടുത്തെ. ഞങ്ങൾ ആദ്യം താമസിച്ചോടത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇത്രയും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നല്ല ചൂടാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു തുണിയൊക്കെ വെച്ച് ഇതാക്കി കേട്ടോ. ഭയങ്കര വെളിച്ചമാവാതിരിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം കൂടി എടുത്ത് കെട്ടിപ്പൊറുക്കാനും അതുപോലെ ഇവിടുന്ന് കൊണ്ടുവന്ന് അതൊക്കെ അടുക്കി പെറുക്കാനാണ് നല്ല പണി. കൊണ്ടുവരാൻ ഇത്ര പണിയില്ല. കാരണം എല്ലാവരും കൂടി വണ്ടിയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാം, അത്ര വലിയ പണിയില്ല. പക്ഷേ നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് വാരി വലിച്ചിട്ട് എല്ലാവരും ഇറക്കുന്നവർ മൊത്തം ഇറക്കി ഇട്ടിട്ടല്ലേ പോകുള്ളൂ. അവർക്ക് പിന്നെ നമ്മൾ വീട്ടമ്മമാർ നമ്മളെന്താണോ എവിടെ വെക്കണ സാധനങ്ങളൊന്നും മറ്റുള്ളവരൊരാൾ ഹെൽപ്പ് ചെയ്തിട്ട് കാര്യമില്ല. സാധനങ്ങൾ ഇവിടെ എത്തിച്ച് തരിക, ഫർണിച്ചറാണെങ്കിലും വെയിറ്റുള്ളതൊക്കെ എല്ലാവരും എത്തിച്ച് തരിക എന്നുള്ളത് എല്ലാവർക്കും സഹായിക്കാൻ പറ്റുള്ളൂ. ഈ ഇതെല്ലാം മൊത്തം ഇനി അതാത് സ്ഥാനങ്ങളിൽ വെച്ച് റെഡി ആയി കിട്ടണമെങ്കിൽ നല്ല ടൈം പിടിക്കും. അപ്പോൾ ആ പണീൻ്റെ തിരക്കിലാണ് കേട്ടോ. നോമ്പായതുകൊണ്ട് സ്പീഡാക്കണമല്ലോ. നോമ്പാകുമ്പോഴേക്കും കംപ്ലീറ്റ് ഒതുങ്ങണം, സാധനങ്ങൾ ഒതുങ്ങണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ തിരക്കിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. എടുത്താൽ തന്നെ അത് പോസ്റ്റ് ചെയ്യാൻ ഒന്നിനും സമയം കിട്ടുന്നില്ല കേട്ടോ. കർട്ടന് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രകാശം അകത്തേക്ക് വന്നാൽ തന്നെ ചൂട് കൂടുമല്ലോ. അപ്പോൾ ഉള്ള പുതപ്പും വിരിപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഉള്ള ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം ആ ചൂട് ഇങ്ങോട്ട് തള്ളി വരണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ എന്താണെന്നറിയോ, മുറ്റത്ത് ഭയങ്കര വെയിലാണ്. അപ്പോൾ ഈ ജനൽ ഇവിടെ നമുക്ക് കർട്ടനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ റൂമൊക്കെ ഫുള്ള് നല്ല ചൂടാവും. അതുകൊണ്ട് ഇങ്ങനെ മൂടിയിട്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ കർട്ടനൊക്കെ നോമ്പാകുമ്പോഴേക്കും കർട്ടനൊക്കെ വെക്കണം. കാരണം ഇവിടെ അതിൻ്റെ ഹോളൊക്കെ ഒരു പെയിൻ്റ് അടിച്ചപ്പോൾ ഇതിന് ട്രില്ലറൊക്കെ കൊടുന്ന് ഹോളൊക്കെ അടിച്ചുണ്ടാക്കിയിട്ട് വേണം. കാരണം അവർ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് പൊട്ടിയിട്ട് എല്ലാം അടക്കുമല്ലോ. അങ്ങനെ അടച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് ജനലൊന്നും വല്ല കർട്ടനും നമ്മൾ തന്നെ സെറ്റാക്കണേ. അങ്ങനെ ഇവിടെ പിന്നെ മോനും കേട്ടോ ഈ റൂമിൽ കിടക്കുന്നത്. ഇവിടെ എക്സ്ട്രാ ഒരു ബെഡുണ്ട്. തലേണൊന്നും ഒന്നും ഒതുക്കി വെച്ചിട്ടില്ല കേട്ടോ. കാരണം കൊണ്ടുവന്നത് അതേപോലെ തട്ടിയിരിക്കുകയാണ്. ഈ റൂം കയറാൻ പിന്നെ കിടക്കാൻ വേണ്ടിയിട്ട് അവന് കിടക്കാൻ വേണ്ടിയിട്ടോ. മോനും ഇവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ റൂം ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഒഴിവാക്കിയതാട്ടോ. തലേണ മാത്രമേ ഉള്ളൂ. കാരണം അവൻ കിടക്കുന്ന റൂമിൽ വൃത്തിയേടാണ്ടാ വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ അങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്നെ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന കാരണം നമുക്ക് ഒതുക്കിയാൽ മതി. ഇനി പിന്നെ അവരൊന്നും ഫുൾ ടൈം കിട്ടൂലല്ലോ, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. പിന്നെ ഈ പെണ്ണിൻ്റെ കരച്ചിലും അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. പിന്നെ കിച്ചന് ഇപ്പോൾ ഒരുവിധമൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഇനി ഫുള്ള് പിന്നെ ബാക്കിയുള്ള സാധനമൊക്കെ ഇവിടെ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്നിട്ട് തട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഒതുക്കണം. ഓരോരോ കവറുകൾ ഇങ്ങനെ ഓരോ ചാക്കിലൊക്കെയാണ് ഓരോ സാധനങ്ങൾ. അതൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ അയച്ചിട്ട് അതാത് സ്ഥാനത്തേക്ക് ഇങ്ങനെ വെക്കുക. എന്തായാലും ടൈം പിടിക്കും. പിന്നെ അടുക്കള എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വർക്ക് ഏരിയ കണ്ടോ. ഞാൻ ഗ്യാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കണ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചു. അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ബാക്കിയൊക്കെ വൃത്തിയാക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്നെന്താണെന്ന് അറിയില്ല, ഒരു പണി നടക്കണില്ല. ഇന്നലെ പിന്നെ അലക്കൽ കുറച്ച് അലക്കും, കുറച്ച് കൊണ്ട് വിരിക്കും. പിന്നെ അയലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് വേണം. മഴ കിട്ടാൻ സൗകര്യം കുറവാണ്. താൽക്കാലികം കനല്ലാത്തതൊക്കെ ഇതിന്മേൽ ഈ PVC പൈപ്പിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടിരിക്കാം കേട്ടോ. പിന്നെ ഇനി അകം മൊത്തം ക്ലീനിങ് മൊത്തം കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പതുക്കെ ഓരോ സാധനങ്ങൾ പുറക്കിയെടുത്ത് അതാത് സ്ഥാനങ്ങളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സോപ്പ് പൊടി, അതുപോലെ കുട്ടികൾ കളിക്കണത്, ചെരുപ്പ്, അങ്ങനെ കുറേ സാധനം എല്ലാം ആവശ്യമില്ലാത്തതൊന്നും സത്യം പറഞ്ഞല്ല, എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് അത് അത്യാവശ്യമില്ല കേട്ടോ. അങ്ങനെ ചവിട്ടി കാര്യങ്ങൾ അതൊക്കെ ഇങ്ങോട്ട് തട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ പെറുക്കിയെടുത്തിട്ട് ക്ലിയർ ചെയ്യണം. അത്യാവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റി വൃത്തിയാക്കി വെച്ചു തന്നെ ഉള്ളൂ. ഈ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വിട്ടുതരാം. പിന്നെ മിത്തൂസിൻ്റെ റൂം അവളൊന്നും ചെയ്തിട്ടില്ല. അവൾക്ക് സ്കൂളിൽ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ. പിന്നെ മിത്തുവിൻ്റെ റൂം ഇതാട്ടോ, ഇതും വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അവൾക്ക് ക്ലാസ്സും അവളെ സ്കൂളിൽ കലാപരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് കിടക്കാനുള്ളത്. കാരണം നമ്മൾ രാത്രി 10-11 മണി വരെയൊക്കെ സാധനങ്ങൾ കൊണ്ടുവരലും 2-3 ലോഡ് അടിച്ചിട്ടൊക്കെയാണ് സാധനങ്ങൾ ഇവിടെ എത്തി കിട്ടിയത്. അപ്പോൾ അവൾക്ക് ഡാൻസ് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളതൊന്നും ഒരു പണി കഴിഞ്ഞിട്ടില്ല. അവളത് ബെഡും
ഈ അലമാര ഇത് ഇങ്ങോട്ട് ഇട്ടുന്നുള്ളൂ, മേശയും ഇങ്ങോട്ട് ഇട്ടുന്നുള്ളൂ. ബാക്കിയുള്ള ബുക്ക്, ഡ്രസ്സ്, എല്ലാ സാധനവും ഇവിടെ വാരി വലിച്ചിട്ട് പോയിരിക്കണം. ഇനി വന്നിട്ട് അലമാര ഒപ്പിക്കണം. അങ്ങനെ കുറേ പണികളുണ്ട് ഇവിടെ. ഈ വീടിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റേക്കും കുറവാണ്, ഷോക്കേസുകൾ അലമാരകളൊന്നുമില്ല. ഏതൊരു വീടിനും വാടക കൊടുക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് അലമാരയും ഷോക്കേസുമാണ്. അതിവിടെ ഇല്ല കേട്ടോ. ഇനി അതൊക്കെ സെറ്റാക്കിയാലേ ഇതൊക്കെ ഒതുക്കി വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ പോണ വീട്ടിലൊക്കെ അങ്ങനെ ഷോക്കേസും അലമാരകളൊക്കെ ഉണ്ടാവാറുണ്ട്, ഡോറൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഒതുങ്ങി നിൽക്കും. ഇപ്പോൾ ഏതായാലും അവൾ വന്നിട്ട് തൽക്കാലം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ അലമാരയൊക്കെ സെറ്റാക്കിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അവളിങ്ങനെ ഒതുക്കി വെച്ച് പോയതാട്ടോ, അത്രേ പറ്റുള്ളൂ. കാരണം അന്ന് അവിടുത്തെ സാധനങ്ങൾ വാരി വലിച്ച് കൊണ്ടുവരാൻ അവളൊക്കെ കൂടിയിരുന്നു. പിന്നെ അവൾക്ക് കോളേജിൽ പ്രശ്നങ്ങളും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി. അവളിപ്പോൾ ഒന്നിനും കിട്ടണില്ല. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഒതുക്കാൻ ഇനിയിപ്പോൾ ഇന്ന് നാളെയും ഫ്രീ അല്ലേ, ഇനി 1 മണിക്ക് ഒന്ന് എത്തുള്ളൂ അവൾ. അപ്പോൾ അങ്ങനെ ഇതാണ് അവളെ റൂം. ഇനിയിപ്പോൾ അത് വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് എല്ലാ റൂമും സെറ്റാക്കിയിട്ട് ഞാൻ വീഡിയോ വിശദമായിട്ട് ഇടാം കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അലങ്കോലമായി കിടക്കുകയാണ്. ഇപ്പോൾ കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ സാധനങ്ങളൊക്കെ. എനിക്കത് ഒതുക്കണം. എന്നാൽ തന്നെ അൽഹംദുലില്ലാ ഒരുപാട് ശരിയായി കേട്ടോ. ഇവിടുത്തെ ഒന്നും കഥ പറയണ്ട, ഈ റൂമിൻ്റെ ഒരു അവസ്ഥ. പിന്നെ ഈ റൂമിൻ്റെ അവസ്ഥ പറയണ്ട, അതാണ് നമ്മളെ ബെഡ്റൂം കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം വെച്ചാൽ ഡ്രസ്സ്, പുതപ്പ്, ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് സാധനങ്ങൾ ഇങ്ങോട്ട് തട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഓരോ ഇങ്ങനെയുള്ള കവർ ഉണ്ടല്ലോ, ഇങ്ങനെ കവറിൽ ഇട്ട് വെച്ചതായിരുന്നു. പക്ഷേ ഇവരത് കാണാല്ല ഇത് കാണാല്ല എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ വലിച്ച് പൊളിച്ച് തിരയണം കേട്ടോ. പിന്നെ ഞാൻ ഈ റൂം ആദ്യം തന്നെ അടിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി. കാരണം ഇനിയിപ്പോൾ നിലത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല, അത് പറഞ്ഞിട്ടാണ്. പിന്നെ ബെഡ്ക്കിടും മൊത്തം അടിച്ച് പൊറുക്കി വാരി വലിച്ചിടും. അവൻ്റെ ഓരോ സാധനങ്ങൾ കാണൂല എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികൾ തിരഞ്ഞാൽ തന്നെ സാധനങ്ങൾ വാരി വലിച്ചിടും. അങ്ങനെ പിന്നെ കുറേ സാധനങ്ങൾ ഇതാ ഈ സൈഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒതുക്കി വരുമ്പോഴേക്കും ടൈം എടുക്കുക. അതാണ് എനിക്ക് ഓരോ സമയം വൈകണത് കേട്ടോ. വീഡിയോ ഇടാനൊന്നും സമയം കിട്ടണില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ബാത്റൂം ഉണ്ട് കേട്ടോ, ബാത്ത്. അതൊക്കെയാണ് ഇപ്പോൾ വിശേഷങ്ങൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ നോമ്പ് പണിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ വീടും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ആകെ വാരി വലിച്ചിട്ടായിരിക്കും. ചില ആളുകളൊക്കെ നോമ്പ് പണി കഴിഞ്ഞിട്ടുണ്ട്, ചില ആളുകൾക്കൊന്നും നോമ്പ് പണി കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒരുത്തി ഇറങ്ങി ഓടും. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്താ പറയുക, അവിടുത്തെ പോലെയല്ല, ഇവിടെ കുറച്ച് പ്രൈവസി കൂടുതലാണല്ലോ. അപ്പോൾ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ അവൾ പോവുകയാണ് പുറത്തേക്ക്. പിന്നെ അകത്ത് കയറണേയില്ല. അവിടെ ഞങ്ങൾ ആദ്യം നിന്നോടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. ഒരു 10-12 മണി വരെ മുറ്റത്ത് നിന്നാലും നമുക്ക് ചൂട് വരില്ല. പോലെ കേട്ടോ പോലെ. ഈ വാതിൽ തുറന്നാൽ ഈ പെണ്ണ് പോവുകയാണ് പുറത്തേക്ക്. അവിടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ നല്ല അവൾക്ക് നല്ലൊരു ഇഷ്ടമായിട്ടുണ്ട്. അവിടെ മണ്ണായിരുന്നു, മണ്ണിൽ മാന്തി അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് വാരി എറിഞ്ഞ് അതൊക്കെ ആയിരുന്നു വെക്കും പണി കേട്ടോ. ഇവിടെ ഈ വെയിലുകൊണ്ട് ഇറക്കാൻ പറ്റില്ല, പുറത്തിറക്കാൻ പറ്റില്ല. അവിടെ ഈ നേരത്തൊന്നും കുളിക്കാൻ തോന്നൂല, അത്രയും തണുപ്പായിരിക്കും. അതിൻ്റെയൊക്കെ വില എപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അവിടുന്ന് പോകുന്ന കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറി വേഗം ചെയ്യണ്ട, ഇത് പൊട്ടിപ്പോരും. പിന്നെ ഇത് മറ്റേ ഇവിടെ മേലെ വേറൊരു ടീം താമസിക്കുന്നുണ്ട്. അവരെ അതിലുണ്ട്, അവരെ ഡോറ് അവിടെ ഒരു വഴിയുണ്ട് അവർക്ക്. പിന്നെ ഇതൊക്കെ അവരെ ചെടികളാട്ടോ, നമ്മളെ ചെടികളൊന്നും വന്നിട്ടില്ല. വാ വേണ്ട കയറി ലാമിയെ ചൂടാണ്. അകത്തുക, ഈ വാതിലടച്ചിട്ട് വാ. എനിക്ക് വാതിലടക്കാൻ വയ്ക്കുന്നുണ്ടോ എന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ആ ഡോർ അടക്കാൻ വയ്ക്കുന്നുണ്ടോ കാണിച്ചു കൊടുക്കട്ടെ. വാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് വേസ്റ്റ് ഇടുന്ന സ്ഥലം അതുപോലെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ കുറേ ഞങ്ങൾ വേറെയുള്ളടത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് ഇടാനൊക്കെ ഭയങ്കര പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, അൽഹംദുലില്ലാ. നമുക്ക് ആ റിസ്ക് ഒന്നുമില്ല. വേസ്റ്റ് കൊണ്ടുപോകാനൊക്കെ ആൾക്കാർ വരും. പിന്നെ ഈ ഫുഡ് ഐറ്റംസൊക്കെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിനിവിടെ ഒരു പന്നി ഫാം ഉണ്ടായിട്ട് അവിടെ ഒരു ബക്കറ്റ് എന്തോ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലേക്ക് കൊട്ടിയാൽ മതി നമുക്ക്. അതുകൊണ്ട് നമുക്ക് എന്ത് ബാക്കിയുണ്ടെങ്കിലും വേസ്റ്റ്, മീൻ അങ്ങനെയുള്ള സാധനം അതിനൊന്നും ടെൻഷനില്ല. മറ്റേ ചില ഫ്ലാറ്റുകളിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം ഇത് കളയാൻ വേണ്ടിയിട്ട് മീനോ ഇറച്ചിയോ കൊണ്ടുവരുമ്പോൾ നന്നാക്കി കൊണ്ടുവരാനൊക്കെ പറയേണ്ട അവസ്ഥ വരാറുണ്ട്. അങ്ങനെ അപ്പോൾ ഓരോ വിഷയങ്ങൾ ഇതൊക്കെ എല്ലാ പണികളും കഴിഞ്ഞ് സെറ്റാക്കിയിട്ട് ഇൻഷാ അല്ലാ ഇനി ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്ന് ആരും വിചാരിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റായി. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസൊക്കെ ഇടാം. പക്ഷേ നമ്മളെ പഴയ സബ്സ്ക്രൈബ്സൊന്നും പോവരുത്. അതുപോലെ തന്നെ പുതിയ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ലാമി പരത്തി കൂടണം കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് പിന്നെ വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.